കണ്ടില്ലേ, വിവാഹത്തിന്റെ പേരിൽ ടിപ്പറിൽ കൊണ്ടുപോവുക, നഴ്സറി സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ മോഡലിൽ വരിക, എന്നിട്ട് മതത്തിന്റെ പരിവേഷം കെട്ടുക. ഇതാരെ കാണിക്കാനാണ്? ഇതാരോടുള്ള വെല്ലുവിളിയാണ്? ഇതാണോ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വൈവാഹിക ജീവിതത്തിന്റെ സുന്ദരമായ നിമിഷങ്ങളിലാണോ? എന്നിട്ട് പ്രായമുള്ള ഹിജാബും മഫ്തയും ഒക്കെ ധരിച്ച് പർദ്ദയൊക്കെ ഇട്ട ദീനീ ബോധമുള്ള മതബോധം തോന്നിപ്പിക്കുന്ന ഉമ്മമാര് പുതിയ പെണ്ണിനോട് പറയാണ്, നീയും കൂടെ ആടിക്കോടിയെന്ന്, നീയും കൂടെ ചാടിക്കോടിയെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാര്, വാളുകൾക്ക് കുറവുണ്ടോ? ഒരു ഹൈന്ദവ സഹോദരന്റെ കുറിപ്പ് ഞാൻ വായിച്ചു. മദ്രസ വിദ്യാഭ്യാസമുള്ളത് ഹിന്ദുക്കൾക്കില്ല, അത് മുസ്ലിം സമുദായത്തിനാണ്. മതപ്രസംഗ വേദികളുള്ളത് ക്രൈസ്തവ സമുദായത്തിനോ ഹൈന്ദവ സമുദായത്തിനോ അല്ല, അത് ഇസ്ലാമിന്റെ മക്കൾക്കാണ്. പക്ഷേ വിവാഹത്തിന്റെ ആർഭാടവും ദൂർത്തും, വിവാഹത്തിന്റെ പേരിൽ മനുഷ്യന് പോലും ചെയ്യാൻ കഴിയാത്ത, മനുഷ്യനെ പോലും നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഈ സമുദായത്തിന്റെ മുസ്ലിമീങ്ങളാണ്, ഈ സമുദായത്തിന്റെ പ്രവർത്തകരാണ്. വളരെ സങ്കടം തോന്നുകയാണ്. ഇതിനെല്ലാം ഏതെങ്കിലും മഹല്ല് ഭാരവാഹികൾ അനുവാദം കൊടുത്തിട്ട് ചിലര് ചോദിച്ചേക്കാം, ഈ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കത്ത് കൊടുക്കുമ്പോ ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന്. പക്ഷേ നിർബന്ധമായും അവരോട് പറയാം, ഇസ്ലാമിന് നിരക്കാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഈ മഹല്ല് നിങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറയാൻ മഹല്ല് ഭാരവാഹികൾക്ക് ചങ്കൂറ്റമുണ്ടാകണം, അതിനുള്ള നട്ടെല്ലുണ്ടാകണം. അല്ലെങ്കിൽ ഇമാറത്തെന്ന സുന്ദരമായ പരിപാവനമായ ആ പദവി ഒഴിഞ്ഞിട്ട് അതിന് കഴിയുന്ന ചൊണക്കുട്ടികളായ ചെറുപ്പക്കാർക്ക് വിട്ടുകൊടുക്കണം. ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയാണ്, ഒരു കാരണവശാലും അനുവദിക്കരുത്. ഒരുപാട് മാറിപ്പോയി. എത്ര കോവിഡും പ്രളയവും എന്തൊക്കെ വന്നാലും പഠിക്കാത്ത ഒരു നാണം കെട്ട സമുദായത്തിന്റെ പ്രതിനിധികളായി പോയല്ലോ. സങ്കടം തോന്നുകയാ. ഇനി 10% കഴിയുന്നത് ആർക്കെന്നറിയോ? പള്ളിയിലെ ഇമാമിയങ്ങൾക്കാൽ, മഹല്ല് ഇമാമിയങ്ങൾക്കാൽ. ഞാനും ഒരു മഹല്ലത്തിലെ ഇമാമ. ഞാൻ പറയുന്നു, ശക്തമായി ജുമുഅ പ്രഭാഷണങ്ങളിൽ ഉണർത്തണം, കുടുംബ ക്ലാസുകളിൽ ഉണർത്തണം. ഞാൻ അങ്ങനത്തെ ഒരു നിക്കാഹിന് പങ്കെടുക്കൂല. ഏതെങ്കിലും ഒരു വിവാഹത്തിന് പോകുമ്പോൾ ഇതുപോലുള്ള പേക്കൂട്ടുകൾ കാണുന്നെങ്കിൽ ഞാനിതാ ഈ കാണുന്നത് എന്റെ രാജിയാണ് എന്ന് പറഞ്ഞിട്ട് ആ വിവാഹ പന്തലിൽ വെച്ച് രാജി എഴുതി കൊടുക്കാൻ ചങ്കൂട്ടവും നട്ടെല്ലും പണ്ഡിതന്മാരും കാണിക്കേണ്ട അവസാന നിമിഷമാണിത്. അവരെ കൊണ്ട് കഴിയും. ഒരു നാട് നന്നാകണമെങ്കിൽ 2 കൂട്ടം ആളുകൾ കരുതണം. ഒന്ന് അൽ ആലിം, ഒന്ന് ഉലമാ വൽ ഉമറാ. അവിടുത്തെ പരിപാലന സമിതി ഭാരവാഹികളടക്കമുള്ള അവിടുത്തെ ഉമറാക്കളും അവിടുത്തെ പണ്ഡിതന്മാരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായി ഈ സമുദായം ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇതാണ്. അത് മറക്കരുത്. അതിന്റെ പേരിൽ പള്ളിയിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ വാ കീറിയത് അല്ലാഹു അല്ലേ? അല്ലാഹു നമ്മുടെ കാതും കണ്ണും വായും കീറിയിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് ഭക്ഷണം തരും. ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. ഇസ്ലാമിക വിരുദ്ധ, ശരീഅത്ത് വിരുദ്ധ പ്രവർത്തനങ്ങൾ വിവാഹത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഏത് വേദിയിലും ഒരു പരിപാലന സമിതിയും ഒരു പള്ളി ഇമാമും ആരും പങ്കാളികളാകരുത്. ആർഭാടമില്ലാത്ത, ഇസ്ലാമിന്റെ തത്വസംഹിതയ്ക്ക് നിരക്കുന്ന, ഇസ്ലാമിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിൽക്കുന്ന വിവാഹങ്ങൾക്ക് മാത്രമേ പങ്കാളികളാകാൻ പാടുള്ളൂ എന്ന ഒരു ഉറച്ച നിലപാട് മഹല്ല് സംവിധാനങ്ങൾ എടുത്ത് മുന്നോട്ട് വരേണ്ട അനിവാര്യ ഘട്ടമാണ്. അല്ലാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാപവും നമുക്ക് ചെയ്യേണ്ടി വരൂല. പാപം ചെയ്ത് വന്നവനോട് ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുക, ഉമ്മ ഉണ്ടോ? ഉമ്മയില്ല, മരിച്ചു. എന്നാ പിന്നെ തൗബ ചെയ്യും. അപ്പൊ ഉമ്മ ഉണ്ടെങ്കിലാ നീ ചെന്നിട്ട് ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യും. അപ്പോ ഒരു തെറ്റും നിന്റെ ജീവിതത്തിൽ ഇനി വരില്ല. അപ്പൊ ഭൂമിയിൽ അല്ലാഹു ഉമ്മയെ സേവിക്കുന്നതിലൂടെ നമുക്ക് തരുന്ന 2 ഗുണങ്ങൾ എന്താ? ഒന്ന്, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെടൂല. എവിടെയും നമ്മൾ നമ്പർ 1. രണ്ടാമത്തേത്, അള്ളാഹുവിനോടും അവന്റെ അടിമകളോടുമുള്ള എല്ലാ ബാധ്യതകളും പാലിച്ച് തിന്മകൾ ചെയ്യാതെ നമുക്ക് മുന്നേറാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. മനസ്സിലാവുന്നുണ്ടല്ലോ വിഷയം? ഇനി നിങ്ങൾ കേട്ടോളി. സംസാരം പഠിപ്പിച്ചതാരാ? ഉമ്മയോട് മോശമായി സംസാരിക്കുന്ന മക്കളല്ലേ ഞാനും നിങ്ങളും ചില ഘട്ടങ്ങളിലൊക്കെ?
ചില ഘട്ടങ്ങളിലൊക്കെ ഉമ്മ കേട്ടോളീം, നമുക്കാരാ സംസാരം പഠിപ്പിച്ചത്? ആരാ നമുക്കത് കാക്കയാണ്, ഇത് തലയാണ് മോനെ, ഇത് കണ്ണാണ്, ഇത് മൂക്കാണ്, ഇത് വായയാണ്, ഇത് പല്ലാണ്, ഇത് നാവാണ്, ഇത് ചുണ്ടാണ്, ഇത് കൈയാണ്, ഇത് വിരലാണ്, ഇത് നഖമാണ്, ഇത് കാലാണ്, ഇത് വയറാണ് എന്ന് പറഞ്ഞ് ഓരോ അവയവങ്ങളെ പറ്റി പൊന്നുമോളെ പഠിപ്പിച്ചതാരാ? അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് വായിക്കാൻ പഠിപ്പിച്ചതാരാ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയല്ലേ? ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറയുന്ന മക്കൾ, അക്ഷരം പഠിപ്പിച്ച, സംസാരിക്കാൻ പഠിപ്പിച്ച എന്റെ പൊന്നുമോന് വിക്കുണ്ടോ എന്ന് സംശയമുണ്ട് എന്നതിന്റെ പേരിൽ ആരൊക്കെയോ പറഞ്ഞ് ആയുർവേദ കടകളിൽ ചെന്ന്, ഷോപ്പിൽ ചെന്ന് വയമ്പ് വാങ്ങിക്കൊണ്ടുവന്ന് ആ വയമ്പും അതിമധുരവും കൂടിയിട്ട് കൂട്ടിക്കൊഴച്ച് ഒരു ചെറിയ മരുന്നുണ്ടാക്കിയിട്ട് ആ വിരൽ കൊണ്ട് നിന്റെ നാവിലേക്ക് തൊട്ടുവെച്ച് നിന്റെ സംസാരം ക്ലിയറാക്കി തന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നീ തെറി വിളിക്കുമ്പോൾ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നീ മോശമായ വാക്കുകൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതിയ ആയത്തിന്റെ അവസാന ഭാഗത്തുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് എന്തു പറയരുത്? ഉഫ്ഫിൻ. ഉഫ് ഐ മീൻ എന്താ ഉഫിന്റെ അർത്ഥം? മുഫസ്സിരീങ്ങൾ പറയാണ്, ഇതിൻ താഴ്ന്ന ഒരു വാക്ക് ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ഇതിനേക്കാൾ താഴ്ന്ന ഒരു വാക്ക് അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ഉമ്മയെ തെറി വിളിക്കരുതെന്നല്ല പറഞ്ഞത്, ഉമ്മയോട് മോശമായി വർത്തമാനം പറയരുത് എന്നല്ല പറഞ്ഞത്. ഉമ്മയോട് വാപ്പയോട് വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ. ഉഫ് എന്ന് പറഞ്ഞാൽ ഛേ എന്ന് പറഞ്ഞാൽ ഛേ എന്ന ഉറക്കെയുള്ള ശബ്ദമല്ല. പിന്നെ ഏത് വാക്കാണ്? നിങ്ങൾ ചെയ്യണ്ടായിരുന്നല്ല, നിങ്ങൾ ചെയ്യാത്തെന്താ ഉമ്മ വാപ്പ, നിങ്ങളത് ചെയ്ത ശരിയായില്ലല്ലോ, മോശമായി പോയി, ഈ വാക്ക് നീ പറയരുത് എന്നാണ്. അല്ലാതെ ഉഫിൻ എന്ന് പറയുമ്പോൾ അപ്പിച്ചത്തിൽ എന്ന വാക്കല്ല, മറിച്ച് നിങ്ങൾ ചെയ്യണ്ടായിരുന്നല്ലോ, അത് മോശമായി പോയല്ലോ, നിങ്ങൾ എന്താ അങ്ങനെ കാണിച്ചത്, എന്താ വാപ്പങ്ങൾ ഇങ്ങനെ കാണിച്ചത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമായി പറയുന്നത്. നമ്മളൊക്കെ ദേഷ്യം വരുമ്പോ അമ്മയോട് നിങ്ങൾ എന്താ വേല കാണിച്ചത്, നിങ്ങൾ എന്താ അങ്ങനെ കാണിക്കാൻ പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയും. ആ ഒരു വാക്ക് പോലും നിന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി, വാപ്പയുടെ മുഖത്ത് നോക്കി പറയരുത് എന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാ. അതും അല്ലാഹുവിന്റെ വിധിയാണ്, അവന്റെ യഥാർത്ഥ വിധിയാണ്. ഒരാൾക്കും അപ്പീൽ പോകാൻ കഴിയാത്ത വിധിയാണ്. മാതാപിതാക്കളോട് എന്ന വാക്കുപോലും നീ പറയരുത് എന്ന് നിങ്ങൾക്കറിയോ? ഒരു കാര്യം കേട്ടോ, ഒരു ചരിത്രം കേട്ടോ. മഹാനായ ഇമാം ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? സഹോദരങ്ങളെ, ബസറയിലെ വലിയ പണ്ഡിതനാണ്. ബസറ എന്ന നാട്ടിലെ വലിയ പണ്ഡിതനാണ് ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു. ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, ഈ ഇബ്നു ഔൻ എന്ന് പറയുന്ന വലിയ മഹാൻ, മാ റഅയ്തു മുസല്ലി അദ്ദേഹത്തോളം നമസ്കാരമുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തോളം നമസ്കാരമുള്ള ഒരാളിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കണേ നിങ്ങൾ. മഹാനായ ഇബ്നു മുബാറക് തങ്ങളാണ് പറയുന്നത്, ഈ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനോളം നിസ്കാരമുള്ള, ഇത്രത്തോളം സുന്നത്ത് നിസ്കരിക്കുന്ന, ഇപ്പത്തോളം നമസ്കാരത്തിൽ കൃത്യത പുലർത്തുന്ന, ഇപ്പത്തോളം ധാരാളമായി സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമ്മായ വിളിച്ചു, ഉമ്മി എന്ന് വിളിച്ചപ്പോൾ ആ ഉമ്മ ഉടനെ ഉമ്മ ഉത്തരം കൊടുക്കുകയാ. ഉമ്മ ഉടനെ വിളി കേട്ടു, മോനെ എന്താ? ഒരിക്കൽ ഉമ്മയാണ് ഉമ്മ വിളിച്ചു, മോനെ മോനെ എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെയാണ് വിളിക്കുന്നത്. ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു എന്ന ബസറയിലെ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന ഇബ്നു മുബാറക്
തങ്ങളുടെ വാക്ക് കടമെടുത്താൽ ഇപ്പത്തോളം സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന ഒരാളിനെ ദുനിയാവിൽ ഞാൻ കണ്ടിട്ടില്ല. ആ മഹാനായ ബസറയിലെ പണ്ഡിതനെ ഉമ്മ വിളിച്ചതെന്താണ്? പൊന്നുമോനെ ഇബ്നു ഔനേ. വിളിച്ച ഉമ്മാക്ക് മറുപടിയായി ഫഅജാബഹാ. മഹാനായ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി കൊടുത്തു വിളി കേട്ടത് ഫഅലാ സൗതഹു സൗതഹാ ഫഅലാ സൗതഹു സൗതഹാ. ഉമ്മയേക്കാൾ വലിയ ഉച്ചത്തിലാണ് മോൻ മറുപടി കൊടുത്തത്. ഉമ്മ വിളിച്ച ശബ്ദത്തെക്കാൾ വലിയ ശബ്ദത്തിൽ മോന് മറുപടി കൊടുത്തു. ഇത് ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ സഹിച്ചില്ല. പടച്ചവനെ, ഞാൻ എന്തായി കാണിച്ചത്? എന്റെ ഉമ്മ എന്നെ വിളിച്ചത് പതിഞ്ഞ സ്വരത്തിലാണല്ലോ. ഞാൻ ഉമ്മാക്ക് വിളിക്കുത്തരം കൊടുത്തത്, ഉമ്മാക്ക് മറുപടി കൊടുത്തത് വലിയ ശബ്ദത്തിലാണല്ലോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. ആ ഒരു ചിന്തയോടെ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ? എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ബോവിക്കാനത്തുകാരാ, എന്നെ കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, ഇബ്നു ഔൻ എന്ന നമ്മുടെ നേതാവ് ഉമ്മ വിളിച്ചപ്പോൾ ഉമ്മ വിളിച്ച ശബ്ദത്തെക്കാൾ വലിയ ശബ്ദത്തിൽ മറുപടി കൊടുത്തു പോയതിന്റെ പേരിൽ മഹാനവറുകൾ ബസറയിലെ വലിയ പണ്ഡിതനാണ്. ആ മനുഷ്യൻ ചെയ്തത് എന്തെന്നറിയോ? മഹാനവറുകൾ ചെയ്തത് ഓടി വന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് 2 അടിമകളെ വാങ്ങുകയാ. 2 അടിമകളെ വില കൊടുത്തിട്ട് വലിയ വില കൊടുക്കണം അടിമകളെ വാങ്ങാ. എന്നിട്ട് എന്റെ ഉമ്മ വിളിച്ചപ്പോൾ ആ മറുപടി കൊടുത്ത ശബ്ദമൊന്ന് ഉയർന്നു പോയതിന്റെ പേരിൽ 2 അടിമകളെ മോചിപ്പിക്കുകയാ. വില കൊടുത്തിട്ട് 2 അടിമകളെ മോചിപ്പിച്ചിട്ട് കഫാറത്ത് ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങള്, വാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കിയിട്ട് എന്തെല്ലാം പറയാറുണ്ട്. ഒരു ചെറിയ സംഭവം ഞാനൊന്ന് ഉണർത്തട്ടെ പ്രിയപ്പെട്ടവരെ. അവ്വാം ഇബ്നു ഹൗസബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവ്വാം ഇബ്നു ഹൗസബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാനൊരു പള്ളിയുടെ മഖ്ബറയിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു അസർ കഴിഞ്ഞ സമയമാണ്, ഒരു സായാഹ്നത്തിൽ ഞാൻ ഇങ്ങനെ പള്ളിയുടെ മഖ്ബറയുടെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ ഇതാ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതൊന്നും മായാവി കഥകളല്ല പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും സിനിമയുടെ തിരക്കഥകളോ നാടകത്തിന്റെ ഇതിവൃത്തങ്ങളോ സീരിയലിന്റെ ക്ലൈമാക്സുകളോ അല്ല. ഇത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇന്നലകള് ഈ ലോകത്തിന് സമ്മാനിച്ച ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാൻ പറ്റുന്ന കാര്യമാ. അവ്വാം ഇബ്നു ഹൗസബ് റളിയല്ലാഹു തആല അൻഹു ഒരു മഖ്ബറയിലൂടെ അസ്ർ നമസ്കാരത്തിന് ശേഷം നടന്നു പോകുമ്പോൾ ഒരു ഖബറിന്റെ അടുത്തൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഖബറിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഖബർ പിളർന്നിരിക്കുകയാ. ഖബറിനകത്ത് എന്താണെന്നറിയാൻ തലയിട്ടൊന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു മനുഷ്യനിരിക്കുകയാ. ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ? ജസദുഹു ജസദുൽ ഇൻസാൻ, മനുഷ്യ ശരീരമാണ്. റഅസുഹു റഅസുൽ ഹിമാർ, തല കഴുതയെ പോലെ ഇരിക്കുകയാ. കഴുത തലയുള്ള ഒരു മനുഷ്യന്റെ കോലമാ ഖബറിനകത്ത് കണ്ടു. അത്ഭുതപ്പെട്ടുകൊണ്ട് അവ്വാം ഇബ്നു ഹൗസബ് റളിയല്ലാഹു അൻഹു പേടിച്ചു നിൽക്കുമ്പോൾ അതുവഴി ഒരു സ്ത്രീ പോവുകയാണ്. ആ സ്ത്രീ ഇതെല്ലാം പലപ്പോഴും കാണുന്നവളായിരിക്കാം. അതുകൊണ്ട് ഭയമില്ല, അതുകൊണ്ട് സംഭീതയായില്ല, അതുകൊണ്ട് പരിഭ്രമചിത്തയായില്ല, അതുകൊണ്ട് വിഷാദ വിഷണ്ണയായില്ല, അതുകൊണ്ട് വ്യാകുല വിഹ്വലയായില്ല. ആ പെങ്ങൾ അവ്വാം ഇബ്നു ഹൗസമിനോട് ചോദിക്കുകയാ, നിങ്ങൾ ഭയന്നു പോയോ? എന്താ സംഭവമെന്ന് നിങ്ങൾക്കറിയോ? ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യനൊരു മദ്യപാനിയാണ്. ഈ മനുഷ്യൻ മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് എന്നും പ്രശ്നമുണ്ടാക്കുന്നവനാ, ഉമ്മയോട് മോശമായി പറയുന്നവനാ. അപ്പോഴൊക്കെ ഉമ്മ അവനെ വിളിച്ചിട്ട് പറയും, പൊന്നുമോനെ നീ മദ്യപിക്കല്ലേടാ, നീ കള്ളു കുടിക്കല്ലേടാ, നീ ഒരിക്കലും ഇങ്ങനെ വൃത്തികേടുകളെ ചെയ്യല്ലേടാ. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ ഉമ്മയോട് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, ഇന്നമാ തൻഹകീന കമാ യൻഹകുൽ ഹിമാർ. തള്ളേ, കഴുത കിടന്ന് വിളിക്കും പോലെ വിളിക്കല്ല തള്ളേ. ചിലര് പറയുമല്ലോ, പ്രിയപ്പെട്ടവരെ, ഉമ്മ നിങ്ങൾ കഴുത വിളിക്കും പോലെ എന്തിനാ വിളിക്കുന്നത്? നിങ്ങൾ കഴുതയുടെ പോലെ കിടന്ന് കരയുന്നത് എന്തിനാ എന്ന് ഉമ്മയോട് ചോദിച്ച പൊന്നുമോന് ഒരു അസർ നമസ്കാരത്തിന് ശേഷമാണ് മരിക്കുന്നത്. അസർ കഴിഞ്ഞ് മഗ്രിബിനിടയിലാണ് അവൻ മരിക്കുന്നത്. ആ മരിച്ച നാള് മുതൽ ആ പ്രിയപ്പെട്ട ഉമ്മയെ വിളിച്ച കഴുത എന്ന വാക്കുണ്ടല്ലോ,
ആ വാക്ക് ഉമ്മാക്ക് ദേഷ്യം വന്നു, ആ വാക്ക് ഉമ്മാടെ മനസ്സ് വേദനിച്ചു. ഈ മനുഷ്യൻ അസർ കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അന്ന് മുതൽ എല്ലാ അസർ നിസ്കാരം കഴിയുമ്പോൾ ആ ഖബറിങ്ങനെ പിളരാറുണ്ട്. അതിനകത്ത് ആ മോൻ കിടന്ന് വിളിക്കാറുണ്ട്. 3 പ്രാവശ്യം കഴുതയുടെ ശബ്ദമാ. നോക്കുമ്പോൾ കഴുതയുടെ മുഖമുണ്ട്, മനുഷ്യ ശരീരമാ. എന്നിട്ട് ആ ഖബർ പഴയതുപോലെ ആകുന്നു. ചിന്തിച്ചു നോക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ ഉപദേശിക്കുമ്പോ, മോനെ നല്ലതുപോലെ പഠിക്കടാന്ന് പറയുമ്പോ, എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കിക്കൂടെ? അല്ലെങ്കിൽ മോനെ നീ നിന്റെ കൂട്ടുകെട്ട് ശരിയല്ലടാ. അപ്പ ഉമ്മാടെ മുഖത്ത് നോക്കിയിട്ട്, ഉമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കിക്കൂടെ? വാപ്പാടെ ജോലി നോക്കിക്കൂടെ? എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നതെന്ന് ചോദിക്കുന്ന തണ്ടിയും തടിയും വന്നപ്പോ, ചോരയും നീരും വന്നപ്പോ, പൊന്നുമോനെ നിനക്ക് പറയാ തോന്നിയല്ലോ. ആരോടാടാ നീ സംസാരിച്ചത്? ആരുടെ മുഖത്ത് നോക്കിയിട്ടാണ് നീ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്തൂടെ എന്ന് ചോദിച്ചത്? അന്ന് അവരുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നീ എന്ന് പറയുന്നവൻ ഉണ്ടാകൂലല്ലോ. പക്ഷെ അവര് നിന്നെ പൊന്നുപോലെ വളർത്തിയതല്ലേ. ഗർഭിണിയായ ഒരു പെണ്ണിനോട് ചോദിച്ചു നോക്ക്, അവള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി പീരീഡിലുണ്ടല്ലോ, അവളുടെ ഡെലിവറി നടക്കുന്നത് വരെ ഒരു പനി വന്നാലും അവള് ചുക്ക് കാപ്പി കുടിച്ചിട്ട്, അവൾ ആവി പിടിച്ചിട്ട്, അവൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മരുന്ന് പുരട്ടിയിട്ട് അവളെ ഗുളിക കഴിക്കാതെ സൂക്ഷിക്കുന്നവളാ. എന്തുകൊണ്ടെന്നറിയോ? എനിക്ക് വല്ലാത്ത പെയിൻ ഉണ്ട്, എന്റെ ബോഡി വല്ലാത്ത പെയിനാണ്. പക്ഷെ ഞാനെങ്ങാനും ടാബ്ലറ്റ് കഴിച്ചാൽ, മെഡിസിൻ കൂടുതൽ കഴിച്ചാൽ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വൈകല്യം വരുവോ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം വരുവോ എന്ന് ഭയന്നുകൊണ്ട് എത്രയോ ഗർഭിണികളായ പെണ്ണുങ്ങൾ, എത്രയോ ഗർഭവതികളായ സഹോദരിമാര് വല്ലാതെ രോഗം വന്നാലും മരുന്ന് കഴിക്കാറ് അതും കൊണ്ടിങ്ങനെ നടക്കുമെന്നറിയോ? അവർക്കൊരു സ്കാൻ ചെയ്യാൻ പേടിയാ. അവർക്ക് അവരുടെ വയറ് പരിശോധിക്കാൻ തന്നെ പേടിയാ. അവരൊരു ഒരു വലിയ ചാല് കടന്നു പോകൂല, അവരൊരു വലിയ സ്റ്റെപ്പ് കയറൂല, അവര് പിന്നെ വലിയ ബസ്സുകളിലൊന്നും കയറൂല, കട്ടറുള്ള റോഡുകളിലൂടെ അവര് യാത്ര പോകൂല. അവരുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? അവരൊരു കല്യാണത്തിന് പോകൂല, മരണ വീട്ടിൽ പോകൂല, ഷോപ്പിങ്ങിന് പോകൂല, നോമ്പ് പിടിക്കൂല, അവർക്ക് കുനിഞ്ഞു സുജൂദ് ചെയ്യാൻ പറ്റൂല. അവര് ചിന്തിക്കുന്നത്, റബ്ബേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെന്തെങ്കിലും ബാധിക്കുവോ? ആ പേടിയോടെ നൊന്ത് പ്രസവിച്ച നിങ്ങളെയല്ലേ പൊന്നു ചെറുപ്പക്കാരാ, ഇന്നലെയും നീ എത്രയോ പ്രാവശ്യം നിന്റെ ഉമ്മയോട് കയറിട്ടിട്ടുണ്ട്. ഇന്ന് വരുമ്പോഴും ഉമ്മയോട് വാപ്പയോട് കയറിട്ടിട്ടുണ്ടാവൂലേ? എന്നാ നിങ്ങൾക്കറിയോ, ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു, ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. പൊന്നുമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. ചോദിച്ചു ശിഷ്യന്മാരിൽ ഒരാള്, നിങ്ങൾ എന്തേ ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാത്തത്? ഹസൻ ബസ്രി തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? എന്റെ ഉമ്മ ഭക്ഷണത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് ആഗ്രഹിച്ചെന്നിരിക്കും, അത് കഴിച്ചെങ്കിൽ കൊള്ളാമെന്ന്. ആ സമയത്ത് ഞാൻ അറിയൂലല്ലോ, അത് ഞാനെടുത്തറിയാതെ കഴിച്ചു പോയാലോ? എന്റെ ഉമ്മ ആഗ്രഹിച്ചത് എന്റെ ഉമ്മാക്ക് കിട്ടാറ് അത് ഞാനെടുത്തങ്ങ് തിന്നാലോ? അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് ഉമ്മ കഴിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ കൂടെ ഇരിക്കൂല. കാരണം എന്റെ ഉമ്മ ഇഷ്ടപ്പെട്ടത് ഞാൻ അറിയാതെ എടുത്തങ്ങ് തിന്നുപോയാലോ? ഇത് പറഞ്ഞതാരാണ്? ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ആണെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് മാതൃകയാരാ? ഉമ്മാനെ പടിയടച്ച് പിണ്ടം വെക്കാ, ഉമ്മായ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിലയിലും ഒത്താശകൾ ചെയ്തു കൊടുത്ത് ഒരു സന്ദേശത്തിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സിനിമക്കാരെയല്ല മാതാവിനെ തല്ലി പുറത്താക്കാ, എന്നിട്ട് കരയുന്ന കണ്ണുനീർ തുള്ളികള് അടുത്ത ആഴ്ചത്തെ സീരിയലിൽ ബാക്കി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു
ക്ലൈമാക്സ് ഇട്ടിട്ട് മുസ്ലിം പെണ്ണുങ്ങളെ വഴിതെറ്റിക്കുന്ന സീരിയൽ സംവിധാനങ്ങളുടെ നടീനടന്മാരല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നടന്മാരല്ല. ഇന്നും നമ്മൾ കൊണ്ടാടി ആഘോഷിച്ചല്ലോ അർജന്റീനയിലെയും അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെയും കളിക്കാര്, ഫുട്ബോളിന്റെ കളിക്കാര്, അവരുമ്മയെ കെട്ടിപ്പിടിച്ചത് നമ്മൾ വികാരത്തോടെ കണ്ടല്ലോ. അവർക്ക് കാമുകന്മാരായിരുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് കാമുകിമാരായിരുന്നില്ല. കാമുകിമാരെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തുകൊണ്ടായിരുന്നില്ല കളിക്കളത്തിൽ അവരുടെ വികാരം പ്രകടമാക്കിയത്. ജന്മം നൽകിയ ഉമ്മ ഓടി വരുന്നു, ആ ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹം പകുത്തുവെക്കുന്ന പൊന്നുമക്കളെ നമ്മൾ കണ്ടല്ലോ. നമുക്ക് മാതൃക അവരാകാ ചില കാര്യങ്ങളിൽ, പക്ഷേ എന്നാ നമുക്ക് മാതൃക മറ്റുള്ളവരാ, നമ്മുടെ സലഫ് സാലിഹീങ്ങളാ. അറിയുമോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ മാറ്റി വെച്ചുകൊണ്ട് എന്ത് ഇസ്ലാമാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ ഒരു സഹാബി കൂടെ വരാറുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മയോട് സലാം പറഞ്ഞിട്ട് പറയുമായിരുന്നു, റഹിമകില്ലാ കമാ റബ്ബൈതനീ സഗീറാ. പൊന്നുമ്മച്ചിയേ, എന്റെ ഉമ്മ, നിങ്ങൾ എന്നെ ചെറിയ പ്രായത്തിൽ വളർത്തിയതുപോലെ അല്ല നിങ്ങളോട് കരുണ കാണിക്കട്ടെ. ഉമ്മ അകത്ത് നിന്ന് സലാമടക്കിയിട്ട് പറയുന്നത്, അന്ത റഹിമകല്ലോ കമാ ബർറത്നി കബീറാ. പൊന്നുമോനെ, നിനക്കുമല്ല റഹ്മത്ത് ചൊരിയട്ടടാ. വലുതായപ്പോൾ എനിക്ക് നീ ഗുണം ചെയ്തതുപോലെ അല്ല നിനക്കും റഹ്മത്ത് ചൊരിയട്ടെ. നോക്കണേ, ഒരു ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹമതാ. നമുക്ക് മാതൃക അവരാ. വീട്ടിൽ സലാം ചൊല്ലി കയറുമ്പോൾ, ഉമ്മ നിങ്ങൾക്ക് റബ്ബ് കരുണ ചൊരിയട്ടെ, നിങ്ങൾ എന്നെ ചെറുതിലെ നല്ലതുപോലെ നോക്കിയല്ലോ. ഉമ്മ പറയുന്നു, മോനെ നിനക്കും അല്ലാഹു കരുണ ചൊരിയട്ടടാ. വലുതായപ്പോ നീയും എന്നെ നോക്കുന്നില്ലേടാ. എത്ര നല്ല കുടുംബമാണ്, എത്ര നല്ല സ്നേഹമാണ്. ഇനി മറ്റൊരു സഹാബിയെ ഞാൻ പറഞ്ഞു തരാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉമ്മാക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നു. വെള്ളം കുടിക്കാൻ ഉമ്മാക്ക് എടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ പ്രിയപ്പെട്ട ഉമ്മ അങ്ങ് ഉറങ്ങിപ്പോയി. ഉമ്മ ഉറങ്ങിപ്പോയി. എന്റെ ഉമ്മ ദാഹിച്ചാലോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ ഉമ്മ വെള്ളം അന്വേഷിച്ചാലോ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒന്ന് ഇരിക്കുക പോലും ചെയ്തില്ല. ഉമ്മാടെ അടുത്ത് തന്നെ വെള്ളപാത്രവുമായിട്ട് നിൽക്കുകയാ. ഉമ്മ എപ്പോഴാണോ ഉണരുന്നത്, ആ സമയത്ത് ഉമ്മാക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളപാത്രവും പാനപാത്രവും പിടിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉമ്മാന്റെ അടുത്ത് നിന്നല്ലേ ചരിത്രമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കടമകളും കടപ്പാടും നമ്മളെ മറക്കാൻ പാടില്ല. ഉമ്മയെ പൊന്നു പോലെ നോക്കുന്ന മക്കളാക്കി അല്ലാഹു നമ്മളെ മാറ്റി അനുഗ്രഹിക്കട്ടെ. ഇനി അരമണിക്കൂറിന്റെ ഉള്ളിൽ എല്ലാം തീരും. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് തീർന്നിട്ടില്ല. ഒരാളും പോകരുത്. നമ്മുടെ കടപ്പാടിന്റെ ഏറ്റവും വലിയൊരു പാരമ്യത. നമ്മൾ ചിലരൊക്കെ പറയുമല്ലോ, ഞാൻ അത് ചെയ്തു കൊടുത്തില്ലേ ഉസ്താദ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉമ്മാക്കൊരു വീട് വെച്ചു കൊടുത്തു. കേട്ടോ, ഉമ്മാക്കൊരു വീട് വെച്ചു കൊടുത്തു, ഒരു സെർവന്റിനെ വെച്ചു കൊടുത്തു, ഇഷ്ടം പോലെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു, ഉമ്മാക്ക് തുണി ഇഷ്ടം പോലെ കൊടുക്കുന്നു, പർദ ഇതെല്ലാം കൊടുക്കുന്നു. പോരെ? മതിയോ? കേട്ടോ, ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു തരാം. ഉമ്മാക്ക് അത് ചെയ്ത്, എടോ ഉമ്മാക്ക് വിമാനം വാങ്ങിക്കൊടുത്താൽ നിന്റെ കടപ്പാട് തീരുവോ? ഉമ്മാക്ക് നീ പേഴ്സണലായിട്ട് യാത്ര ചെയ്യാൻ ഒരു ഫ്ലൈറ്റ് നീ വാങ്ങിക്കൊടുത്തു, നിന്റെ ഉമ്മാടുള്ള കടപ്പാട് നിനക്ക് തീരുവോ? ആലോചിച്ച് നോക്കിയാൽ മതി. വീട്ടിൽ ചെന്ന് കിടന്നിട്ട് ആലോചിക്ക്. എന്നിട്ട് നേരം വിളിക്കുമ്പോ വണ്ടി എടുക്കണം, പോകണം. ഉമ്മ എവിടാ ഉള്ളത് അവിടെ നിന്ന് പോയി വിളിച്ചുകൊണ്ട് വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമദാനി സാഹിബിന്റെ പ്രസംഗം, ഉമ്മയെ പറ്റിയിട്ടുള്ള പ്രസംഗം എല്ലാവരും കേട്ടതാ. മോഹൻലാല് പോലും ഇരുന്ന് വിങ്ങി പൊട്ടിപ്പോയ പ്രസംഗമാണ്. ഉമ്മയെ പറ്റി പറയുമ്പോ ആരൊക്കെ ഉമ്മ വാപ്പ ആരെന്ന് സംശയം ഉണ്ടാവും അല്ലേ? ഉമ്മ പറയാനടാ നീ ഒന്നും ചിന്തിക്കരുത്, ഇതിന്റെ വാപ്പ അതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമായില്ലേ? ആയില്ലേ? പക്ഷെ ഉമ്മയെ മാറ്റാൻ പറ്റുമോ? ഉമ്മയെ മാറ്റാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഉമ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല.
ഉമ്മയില്ലാതെ ഒരാളും ഉണ്ടാവൂല. വാപ്പയില്ലാതെ ചിലപ്പോ ഉണ്ടാവൂലേ? വാപ്പയില്ലാതെ ഉണ്ടാവൂലേ? ഒരുത്തന്റെ ബീജം എടുത്ത് എവിടെന്നെങ്കിലും ഒരുത്തന്റെ ബീജം എടുത്ത് ഇല്ലേ കുത്തി വെച്ചു കൊടുത്താൽ, പക്ഷെ ഇത് എവിടെയെങ്കിലും 9 മാസം കിടക്കണ്ടേ? ഏവന്റെയോ ബീജം ആവട്ടെ, ആ കിടക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഉമ്മ. ഇന്നലെ 14-ാം തീയതി എല്ലാരും പശുവിനൊക്കെ മുത്തം കൊടുത്തെന്ന് തോന്നുന്നില്ല, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട്. ഭാര്യയ്ക്ക് മുത്തം കൊടുക്കുന്നു, ഭാര്യയ്ക്ക് മുത്തം കൊടുക്കുന്നു, ഭർത്താവിന് മുത്തം കൊടുക്കുന്നു, വാപ്പാക്ക് മുത്തം കൊടുക്കുന്നു, ഉമ്മാക്ക് മുത്തം കൊടുക്കുന്നു, മക്കൾക്ക് മുത്തം കൊടുക്കുന്നു, ഉസ്താദിന് മുത്തം കൊടുക്കുന്നു, ശിഷ്യന്മാർക്ക് മുത്തം കൊടുക്കുന്നു, കമ്മിറ്റിക്കാർക്ക് മുത്തം കൊടുക്കുന്നു. നല്ല പിരിവ് പിരിച്ചു കൊടുത്താൽ ഉസ്താദിനെ കമ്മിറ്റിക്കാർ മുത്തുന്നു. ഈ മുത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണല്ലോ. ഈ മുത്തം കൊടുക്കുന്ന ചുംബനത്തിന് മറ്റൊരു പേര് പറയ്. ഉമ്മ. എന്താ വാപ്പ എന്ന് പറഞ്ഞ? ഞാനൊക്കെ വാപ്പാരട്ടെ എന്നാരെങ്കിലും ചോദിക്കോ? ഞാൻ നിനക്കൊരു ഭാര്യ തരട്ടാ എന്ന് ചോദിക്കോ? ഞാൻ നിനക്കൊരു ഭർത്താവിനെ തരട്ടാന്ന് ചോദിക്കോ? ചോദിക്കുന്ന എന്താ? ഞാൻ നിനക്കൊരു ഉമ്മ തരട്ടെ. അപ്പോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഒന്ന് പ്രകടമാക്കണമല്ലോ. നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ കണ്ട് ആ കുഞ്ഞുങ്ങളോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം, കൈ ഇങ്ങനെ നമുക്ക് വല്ലാതെ വരികയാണ്. ആ സ്നേഹം എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണമല്ലോ. അതിന് നമ്മൾ ചെയ്യുന്ന എന്താ? തിരിച്ചു തരാം, എടുത്തൊരു മുത്തം കൊടുക്കും. അപ്പൊ നമ്മുടെ സ്നേഹം അങ്ങോട്ട് ഇറക്കി വെക്കാനുള്ള ഒരു ഉപാധി, അല്ലെങ്കിൽ ഒരു റീസൺ, ഒരു ഇറക്കി വെക്കാനുള്ള എന്താണ് ഒരു കാരണം, അല്ലെങ്കിൽ ഇറക്കി വെക്കാനുള്ള ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഒരു മുത്തം, ഒരു ചുംബനം. എന്തെങ്കിലും സാധനം കിട്ടി, അല്ലെങ്കിൽ ഇപ്പൊ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നിട്ട് പോയി. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നപ്പോ സന്തോഷം കൊണ്ട് നമ്മൾ എന്താ ചെയ്ത? കടയിൽ നിന്ന് കുറച്ച് ബേക്കറി വാങ്ങിച്ചു കൊടുക്കുക ചെയ്തത് അല്ല. അദ്ദേഹം വന്ന സന്തോഷം സെക്രട്ടറി രേഖപ്പെടുത്തി. ഈ അല്ലമീന്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു സയ്യിദുൽ ഉലമയെ ഈ ബോവിക്കാനത്ത് കൊണ്ടുവന്നതിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ അഭിനന്ദനം നിങ്ങൾ പ്രകടമാക്കിയത് എങ്ങനെയാണ്? അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നവര് തങ്ങളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കേട്ടിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുത്താണോ? ഒന്നുമല്ല. ആ കൈ പിടിച്ച് മുത്തിയപ്പോൾ നമ്മുടെ ആ വികാരം അങ്ങ് അടങ്ങി, സന്തോഷം രേഖപ്പെടുത്തി. ഇതാണല്ലോ. അപ്പൊ പകർന്നു കൊടുക്കുന്ന ഒരു വികാരത്തിന് പേര് അള്ളാഹു ലോകത്ത് ഏറ്റവും വലിയ പ്രേമഭാജനത്തിന്റെ പേര് കൊടുത്തു. അതാണ് ഉമ്മ. ഉമ്മ തരട്ടെ എന്ന് ചോദിക്കുന്നത് അത്രയും കടപ്പാട് ഉമ്മയോടുള്ളതിന്റെ പേരിലാണ്. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്താൽ നമുക്ക് നമ്മുടെ കടപ്പാട് തീരും അത് ഞാൻ പറയാം. അതിനു മുമ്പ് അല്ലമീൻ ചാരിറ്റബിൾ ഫണ്ടിലേക്ക് സംഭാവന നൽകാൻ കവർ എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു. നല്ല സംഭാവനകൾ നിക്ഷേപിച്ച അല്ലമീന്റെ പ്രവർത്തകർ കൊണ്ടുവരുന്ന ബക്കറ്റിൽ തിരിച്ച് നിക്ഷേപിക്കണം. ഇന്നലെ കവർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും പോക്കറ്റ് ഇതാ ഒരൊറ്റ നിയത്ത് വെച്ചോളി, വേറെ ഒന്നും വേണ്ട. എല്ലാവരും ഒരു 500ന്റെ നോട്ടെടുത്തേ. എല്ലാവരും ഇന്നൊരു ദിവസം കൂടെ അല്ലേ? നാളെ ആര് ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. രാത്രി 12 മണിക്ക് നോട്ട് പിൻവലിക്കുമോ അതും നമുക്കറിയില്ല. പിന്നെ ഇരിക്കുന്നതൊക്കെ പേപ്പറാ, ടിഷ്യൂ പേപ്പറായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞ രാജ്യദ്രോഹമായി പോകും. ചെയ്യുന്നതൊരു കുഴപ്പമുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഈ പോക്കറ്റിൽ നിന്ന് 500 രൂപ എല്ലാവരും ഒടുക്കി. 2000 എടുക്കാൻ ഉദ്ദേശിച്ചവർ അൽഹംദുലില്ലാ 4-1 അങ്ങനെ ചിന്തിക്കേണ്ട, അത് 2000 തന്നെ എടുത്തോളി. എന്നിട്ട് ഇൻഷാ അല്ലാഹ് കൊണ്ടുവരുന്ന ബക്കറ്റിൽ ഇടാൻ വേണ്ടി നിയ്യത്താക്കണം. റബ്ബേ, മരിക്കുന്നത് വരെ ഉമ്മയെ സ്നേഹിക്കാനുള്ള തൗഫീഖ് താ അല്ലാഹ്. എന്റെ ഉമ്മയിലൂടെ എനിക്ക് സ്വർഗം താ തമ്പുരാനെ. ആ ഒരു നിയ്യത്താക്കിയിട്ട് എല്ലാവരും ആ ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്ന കവറിനകത്ത് ചെറിയ സംഭാവനയാണെങ്കിൽ അതെ അപ്പോ ചെറിയ സംഭാവനയാണെങ്കിൽ അത് പതുക്കെ തിരിച്ചെടുത്തിട്ട് വലുത് വെക്കുക. എന്നിട്ട് ഉമ്മ മരിച്ചവരുണ്ടല്ലോ, അള്ളാഹുവേ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല, നാളെ സ്വർഗത്തില് ഉമ്മ വേറൊരു സ്ഥലത്തും ഞാൻ വേറൊരു ഭാഗത്തും ആയി പോകാതെ ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം എന്ന് പറയുന്ന സകുടുംബ സമേതം സ്വർഗത്തിൽ എന്നുള്ള ആ ഒരു അവസ്ഥ എനിക്ക് തരണേന്ന് നിയ്യത്താക്കിയിട്ട് ആഗ്രഹമുള്ള ഒരു 500 രൂപ വെച്ചിട്ടോളൂ ഇൻഷാ അല്ലാഹ്. എന്തായാലും 100-ൽ കുറയരുത്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ബക്കറ്റ് ഉണ്ടോ ഇൻഷാ അല്ലാഹ്?
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പടച്ചതമ്പുരാൻ സ്വീകരിക്കും. ഇങ്ങോട്ടോ ഒരാൾ വന്നാൽ മതി, എല്ലാവരും കൂടെ വന്നാൽ ഇടാനുള്ള പൈസ ഇല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലായിടത്തും പറയണം ഉമ്മാക്ക് വേണ്ടി ഇടാം കേട്ടാ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരാളും അതിൽ കുറയ്ക്കരുത് ഇൻഷാ അല്ലാഹ്. ഒരാളും കുറയ്ക്കരുത് ഇൻഷാ അല്ലാഹ്. 1 ലക്ഷം രൂപ മതി ഇന്നത്തെ ബക്കറ്റ്. പോരെ? എത്ര പോരെ? മതിയാ? 1 ലക്ഷം രൂപ ആവട്ടെ ഇൻഷാ അല്ലാഹ്. ബാലനടുക്കം അൻസാറുൽ ഇസ്ലാം യുവജന സംഘം പള്ളി നിർമ്മാണത്തിന് വേണ്ടി 10,200 സംഭാവന ചെയ്യുന്നു. സംഘടനയുടെയും നാട്ടിലെയും വിദേശത്തെയും പ്രവർത്തകർക്ക് വേണ്ടി ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. ആ ബക്കറ്റിൽ ഇടുമ്പോഴും നിങ്ങൾ ഇങ്ങോട്ട് കേട്ടോളണം. എന്റെ വിഷയം 15 മിനിറ്റ് കൂടെ, ഞാൻ കൂടുതൽ നീട്ടൂല, 15 മിനിറ്റ് കൂടെ മാത്രം ഞാൻ പറയും. പിന്നീട് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. കറക്റ്റ് 2 മണിക്കൂറാവും. എന്ത് കടപ്പാടാ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താൽ എന്താ നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ വാപ്പാക്ക്. ഉമ്മ തന്നെ നമുക്ക് വരട്ടെ, ആ ഉമ്മയ്ക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും ഒന്ന് ചിന്തിച്ചു നോക്ക്. മഹാനായ അബൂ ബർദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പരിശുദ്ധമായ മക്കയിൽ പോവുകയാ. ആ മക്കയിലും മത്താഫിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങളുടെ പൊന്നുമോനാണ്. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അബൂ ബർദ എന്ന സഹാബിയും കൂടി, അബൂ ബർദ എന്ന പ്രിയപ്പെട്ട സഹാബി കൂടി ഇറങ്ങുകയാണ്. ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇരാ മത്താഫിലൂടെ നടന്നു പോകുമ്പോൾ ചുട്ടുകൊള്ളുന്ന മത്താഫ് ഉണ്ടല്ലോ. ഇന്നാണ് സൗദി ഗവൺമെന്റ് ഖാദിമുൽ ഹറമൈനി ശരീഫൈനി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ ഹാജിമാർക്ക് ഉംറ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്ന സൗദി ഗവൺമെന്റ് ഉണ്ടല്ലോ. സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും നല്ല ലോകോത്തര ടൈല് കൊണ്ടുവന്നാണ് മത്താഫിലിട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടില്ലേ? ആ നട്ടുച്ച നേരത്ത് സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് നമ്മുടെ ശരീരം വിയർത്തൊലിക്കുമ്പോൾ ആ ടൈലില് കാല് വെച്ചാൽ കാല് പൊള്ളുന്നില്ല. ലോകോത്തര ടൈലാണ്, ഏറ്റവും നല്ല ടൈലാണ്, കൂടിയ ടൈലാണ്. ആ ടൈലിന്റെ പ്രത്യേകത എന്തെന്നറിയോ? രാത്രി അതിന്റെ ബാഷ്പം ഇങ്ങനെ പിടിച്ചിട്ട് പകല് നേരങ്ങളിൽ അതിങ്ങനെ പുറത്തേക്ക് തള്ളുകയാ. കാല് ചൂടാകുന്നില്ല. അന്ന് ആ ഒരു സംവിധാനമില്ലല്ലോ. പാറയാണ്, പാറയാണ്, മണൽ തരികളാണ്. ആ മത്താഫിലൂടെ ഇബ്നു ഉമർ തങ്ങളെ നോക്കുമ്പോൾ അബൂ ബർദ തങ്ങൾ പറയുകയാ, ഒരു മനുഷ്യനാ മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മായ തോളത്തിരുത്തിയിരിക്കുകയാ. ഉമ്മായ തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. തവാഫ് ചെയ്ത മനുഷ്യനെ പറയുന്നത് എന്തെന്നറിയോ? ഇന്നീ ബഈറുഹൽ മുദല്ലലൂ, ഇന്നീ ബഈറുഹൽ മുദല്ലലൂ, ഞാൻ എന്റെ ഉമ്മയുടെ അനുസരണയുള്ള വാഹനമാ, ഞാൻ എന്റെ ഉമ്മാന്റെ വാഹനമാ. എന്റെ ഉമ്മ പറയുന്നിടത്തേ ഞാൻ നിൽക്കൂ. എന്റെ ഉമ്മ പറയും പോലെ ഞാൻ പോകും. എന്റെ ഉമ്മ പറയുന്നിടത്തൊക്കെ ഞാൻ കേറൂ. ഞാൻ മുദല്ലലായ അനുസരണയുള്ള മൃഗമാണ്, എന്റെ ഉമ്മയുടെ വാഹനമാണ്. ഇത് പറഞ്ഞുകൊണ്ടാ ഉമ്മയെ തോളത്ത് വെച്ചാ പ്രിയപ്പെട്ട മകൻ നടക്കുന്നത്. ചിന്തിച്ചു നോക്കി, ഇവിടുന്ന് ഉമ്മയെ ഉംറയ്ക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ വാപ്പയെ ഉംറയ്ക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് വീൽ ചെയർ ഉരുട്ടാൻ പറഞ്ഞാ നമുക്ക് കഴിയോ? നമ്മൾ പറയും നിങ്ങൾ റൂമിൽ തന്നെ ഇരുന്നോ, ഞങ്ങൾ പോയി ദ്വാരന്നോളാ. ഉമ്മാനെ തോളത്ത് വെച്ചിട്ട് നട്ടുച്ച നേരത്ത് അരുണന്റെ കിരണമേറ്റുകൊണ്ട് അരുണന്റെ കിരണമേറ്റുകൊണ്ട് മണൽത്തരികളും പാറകളും ചൂടുപിടിച്ചു കിടക്കുമ്പോൾ അതിലൂടെ നടന്ന് ഉമ്മാനെ തോളത്ത് വെച്ച് ചുമക്കുന്ന മകൻ പറയുന്നത്, ഇന്നീ ബഈറുഹൽ മുദല്ലലൂ, ഉമ്മാടെ അനുസരണയുള്ള വാഹനമാണ് ഞാൻ. ഇത് കഴിഞ്ഞിട്ട് 7 തവാഫ് പൂർത്തിയാക്കിയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ആ മകൻ വന്നിട്ട് ചോദിക്കുകയാണ്, അതറാനി ജസൈതുഹാ. ഇബ്നു ഉമർ തങ്ങളെ, എന്റെ ഉമ്മയോടുള്ള കടമ തീർന്നോ? എന്റെ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ നിർവഹിച്ചവനാണോ? അബൂ ബർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മനുഷ്യനെ വിളിച്ചിട്ട് ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, എടോ ഇല്ല ഇല്ല,
വലാ ബിസഫറത്തിൻ വാഹിദ. നിന്റെ ഉമ്മ നിന്നെ ചുമന്നുകൊണ്ട് നടന്നപ്പോൾ അവര് വിട്ട ഒരു നെടുവീർപ്പുണ്ടല്ലോ, അവര് നെടുവീർപ്പിട്ട ഒരു നിമിഷമുണ്ടല്ലോ, അവരും നിന്നെയും ചുമന്ന് നടന്നപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് അവര് ഒരു ഞരക്കമുണ്ടാക്കിയല്ലോ, ഒരു ശ്വാസോച്ഛ്വാസമുണ്ടല്ലോ, അതിനോളം പോലും ആയിട്ടില്ല, അതിനോളം പോലും നിന്റെ കടമയായിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ടാ പ്രിയപ്പെട്ട മനുഷ്യനെ പൊന്നുമോനെ തിരുത്തി കൊടുക്കുകയാ. ചിന്തിക്കണേ ബോധിക്കാനത്തുകാരാ, ഉമ്മയോട് പിണങ്ങി നടക്കുന്ന എത്രയോ മക്കളുണ്ടെന്നറിയോ? ആ മക്കൾ കേൾക്കാ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മക്കളോട് നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. പ്രിയപ്പെട്ട ഉമ്മയെ സ്നേഹിക്കാൻ നിനക്ക് യാതൊരു ഗുണങ്ങളും കിട്ടൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി പറയുകയാണ്, ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഞാൻ ഉറങ്ങി ആയിഷ, ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ സ്വർഗത്തിലായി കണ്ടു, സ്വർഗത്തിലാണ് ഞാൻ നിൽക്കുന്നത്, സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ആരോ ഓതുകയാണ്, സമിഅ്തു സൗത ഖാരിഇ യഖറഉ, ഖുർആൻ ഓതുന്ന ഒരു ശബ്ദം ഞാൻ സ്വർഗത്തിൽ വെച്ച് കേട്ടു ആയിഷ. ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ, സഹാബ ചോദിച്ചപ്പോൾ മലായികത്തുകൾ എന്നോട് പറഞ്ഞത് അത് ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന സഹാബിയ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന സഹാബിയുടെ ഖുർആൻ പാരായണമാണെന്നാണ് എന്നോട് മലായികത്തുകൾ പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, കദാകൽ ബിർറു, കദാകൽ ബിർറു, അതാണ് ഉമ്മക്ക് ഗുണം ചെയ്യുന്നതിന്റെ കൂലി, അതാണ് ഉമ്മക്ക് ഗുണം ചെയ്യുന്നതിന്റെ കൂലി. എന്തുകൊണ്ടെന്നറിയോ? വകാന അബറന്നാസി ബി ഉമ്മിഹി, അദ്ദേഹം തന്റെ ഉമ്മയോട് സ്നേഹമുള്ളവരായിരുന്നു, ഉമ്മക്ക് സേവനം ചെയ്യുന്ന പൊന്നുമോനായിരുന്നു. ഈ മഹാനായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ ബദരിയാണ്, മറക്കല്ലേ. ബദർ യുദ്ധത്തിൽ പങ്കാളിയായ പ്രിയപ്പെട്ട സഹാബിയ. അദ്ദേഹം ഉമ്മയോട് കാണിച്ച സ്നേഹത്തിന് പകരം അള്ളാഹു കൊടുത്ത കൂലി എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലൂടെ ഉലാത്തുമ്പോ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് കിട്ടും. ഖുർആൻ ആയത്ത് അവിടെ നിൽക്കട്ടെ, ഹദീസ് അവിടെ നിൽക്കട്ടെ. ഇനി ഭൗതികമായ ഒരു കാര്യം പറഞ്ഞുതരാം, കേട്ടോളി. വാപ്പമാര് കേട്ടോളി, പിതാക്കന്മാര് കേട്ടോളി. നിങ്ങളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, മകനും ജീവിച്ചിരിപ്പുണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, മകൻ ഉണ്ടാകാൻ നീ കല്യാണം കഴിച്ചില്ലെന്നിരുന്നോട്ടെ, നാളെ നിനക്ക് കുഞ്ഞുണ്ടാവുമല്ലോ. നീ ഇന്ന് എന്ത് കൊടുക്കും അത് നിനക്ക് നാളെ കിട്ടും. ഒരിക്കൽ വാപ്പ മോനോട് പറഞ്ഞു, ബാ. എവിടെ വാപ്പ പോകുന്നേ? ബാ മോനെ. വാപ്പ മോനെയും വിളിച്ചുകൊണ്ട് നേരെ പോയി വാപ്പാന്റെ അടുത്ത്. ഉപ്പാപ്പ, വല്യപ്പ അല്ലേ, വാപ്പയുടെ അപ്പാക്കൻ തരാ, ഉപ്പാപ്പ. ഉപ്പാപ്പാരടുത്ത് വാപ്പ മോനെയും കൊണ്ട് പോവാൻ. എന്നിട്ട് വാപ്പ ഉപ്പാപ്പാക്ക് ഒരു പാത്രത്തില് ചോറ് കൊടുക്കാൻ. മോൻ കണ്ടുകൊണ്ട് നിൽക്കാൻ. മോൻ ചോദിച്ചു, വാപ്പ എന്താ ഞങ്ങൾക്ക് തരുന്ന പാത്രത്തിൽ ഉപ്പാപ്പാക്ക് കൊടുക്കാത്തത്, നിങ്ങളുടെ വാപ്പാക്ക് കൊടുക്കാത്തത്? അത് എന്റെ വാപ്പാക്ക് ഇത് പ്രത്യേക പാത്രമാണ്, ഇതിൽ കൊടുത്താൽ മതി. പ്രായമൊക്കെ ചെന്നല്ലേ, ഈ വെറ്റില അതുപോലെ തന്നെ പല വൃത്തികേടുകളൊക്കെ ഇരിക്കും, പ്രായമൊക്കെ ഒരുപാടായില്ലേ, അതൊക്കെ ആ പാത്രത്തിലായ മക്കളെ അത് നിങ്ങൾക്ക് തരണ്ടേ, അത് വൃത്തികേടല്ലേ, അതുകൊണ്ട് ഉപ്പാപ്പാക്ക് ഞാൻ പ്രത്യേക പാത്രം വാങ്ങിയതാ. മകൻ നന്നായിട്ട് കേട്ടു. തിരിച്ചു വരുമ്പോ ആ മകൻ വാപ്പയോട് പറയാണ്, വാപ്പ പാത്രം പൊട്ടിക്കാതെ സൂക്ഷിക്കണം കേട്ടാ, അത് പൊട്ടിക്കരുത്. വാപ്പ ചോദിച്ചു, എന്താ മോനെ? വാപ്പ വലുതാകുമ്പോൾ എനിക്കതിൽ തരാനുള്ളതാണല്ലോ. വാപ്പ വലുതാവൂലേ, അപ്പൊ എനിക്ക് മോനാവും, അപ്പൊ എന്റെ മോന്റെ ഉപ്പാപ്പ നിങ്ങളല്ലേ, അപ്പൊ നിങ്ങൾക്ക് തരാൻ വേണ്ടി ആ പാത്രം സൂക്ഷിച്ചു വെച്ചേക്കണമെന്ന് വാപ്പയോട് മോൻ പറയാൻ. ഇത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഖുർആന്റെ ഒരു തെളിവ് പറഞ്ഞുതരാം. ഖുർആനാണല്ലോ നമുക്ക് എല്ലാത്തിനും തെളിവ്. കേട്ടോ, നമ്മൾ എന്ത് കൊടുക്കും അത് നമുക്ക് കിട്ടും, ഒരു സംശയമില്ല. വാപ്പ ആസർ എന്ന് പറയുന്ന വാപ്പ ബഹുദൈവ വിശ്വാസി.
വാപ്പയാണോ ഉപ്പാപ്പാണോ കൊച്ചാപ്പാണോ എളാപ്പാണോ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും ഇബ്രാഹിം നബിയുടെ സംരക്ഷകനാണ് ആര്? ആസർ. ഈ ആസറിനോട് ബഹുദൈവ വിശ്വാസിയാണ്, വിഗ്രഹ ആരാധകനാണ്, വിഗ്രഹ കച്ചവടക്കാരനാണ്, വിഗ്രഹം നിർമ്മാതാവാണ്, എല്ലാ വൃത്തികേടുകളും ഇയാക്കുണ്ട് അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച വിളി എന്തായാലും വാപ്പ അല്ലാതാവൂലല്ലോ. ഇബ്രാഹിം നബി എന്താ വിളിച്ചത്? യാ അബത്തി ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ. എന്റെ പൊന്നു വാപ്പാ. ഇവിടെ എന്താ സ്നേഹം വിളിക്കും? സ്നേഹം വരുമ്പോ വാപ്പ വിളിക്കുന്നത് എന്താ? ഞങ്ങളിവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ വാപ്പച്ചിന്ന് വിളിക്കും. ഇവിടെ എന്താ വിളിക്കുന്ന? എങ്കിലും ഒരു ലോജിക്കോട് എന്താ? ഉമ്മായ ഉമ്മച്ചിന്ന് വിളിക്കും, വാപ്പായ വാപ്പച്ചിന്ന് വിളിക്കും. ഇവിടെ എന്താ സ്നേഹം വരുമ്പോ വിളിക്കുന്ന? നീട്ടി വിളിക്കും, വാപ്പാന്നല്ലേ, ഉപ്പാന്ന് വിളിക്കും, ഉപ്പാന്ന് വിളിക്കും അല്ലേ? അതാണ് സ്നേഹത്തിന്റെ വിളി, അതാണ് ഈ വിളി. ഇല്ലെങ്കിൽ ഇബ്രാഹിം നബി എന്ത് വിളിക്കണമായിരുന്നു? യാ അബി, എന്റെ വാപ്പ, എന്റെ വാപ്പ. ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടുന്നതിന് എനിക്ക് പേടിയുണ്ട് വാപ്പാ. യാ അബി, വാപ്പ, അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ വിളിച്ച വാക്കെന്താ? യാ അബത്തി, എന്റെ വാപ്പാന്ന്, എന്റെ വാപ്പച്ചീന്ന്. സ്നേഹത്തോടെ വിഗ്രഹാരാധകൻ, വിഗ്രഹം നിർമ്മാതാവ്, വിഗ്രഹ കച്ചവടക്കാരൻ, എല്ലാ കുഴപ്പങ്ങളുടെയും അടിസ്ഥാനം ആ വാപ്പ സ്നേഹത്തോടെ ആ സംരക്ഷകനെ വിളിച്ചതെന്താ? യാ അബത്തി, എന്റെ വാപ്പാന്ന്. എന്താ ഉണ്ടായെന്നറിയോ? എന്താ ഉണ്ടായത്? ഇസ്മായിൽ എന്ന മോനുണ്ടായി. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ എന്ന മോനുണ്ടായി. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി തീരുമാനം അല്ലാഹു പറയുമ്പോൾ മഹാനായ ഇസ്മായിൽ നബിയെ മിനാ താഴ്വരയിലെ മലത്തി കിടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തിവെച്ച് അറുക്കാൻ വേണ്ടി പൊന്നുമോനെ വിളിക്കുകയാ. ആ സമയത്ത് പൊന്നുമോനോട് ചോദിക്കുമ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്താണ്? ഖാല യാ അബി ഇഫ്അൽ മാ തുമർ. എന്റെ വാപ്പാ, നിങ്ങൾക്ക് തോന്നിയത് ചെയ്തോ എന്നല്ല പറഞ്ഞത്. ഇസ്മായിൽ നബി പറഞ്ഞ വാക്കേതാണ്? ഖാല യാ അബതി ഇഫ്അൽ മാ തുമർ. എന്റെ വാപ്പച്ചി, എന്റെ വാപ്പാ, നിങ്ങളോട് അല്ലാഹ് പറഞ്ഞത് നിങ്ങൾ ചെയ്തോ. ഇബ്രാഹിം നബി വാപ്പയെ യാ അബത്തി എന്ന് വിളിച്ചപ്പോൾ ഇബ്രാഹിം നബിക്കുണ്ടായ ഇസ്മായിൽ നബി വാപ്പയായ ഇബ്രാഹിം നബിയെ വിളിച്ചത് യാ അബത്തി, എന്റെ പൊന്നു വാപ്പാന്ന് തന്നെയാ വിളിച്ചത്. ഇതാണ് കൊടുക്കുന്നത് കിട്ടും. നീ നിന്റെ വാപ്പായപ്പോ എങ്ങനെ കാണിക്കും? പടച്ചോ സത്യം, വറബ്ബിൽ കഅബ 100 വട്ടം വറപ്പ്, യാതൊരു ലാ ശക്ക ഫീഹി വലാ റൈബ ഫീ, മസ്റ്റ്, നിശ്ചയം, നിസ്സംശയം, പടച്ചവൻ സാക്ഷി, നിന്റെ മക്കൾ നിനക്ക് പണി തരും. എഴുതി വെച്ചോ, ഇതെന്റെ വാക്കല്ല. അല്ലാഹു ദുനിയാവിൽ ആഖിറത്തിലേക്ക് പലരും നിസ്കാരം ഇല്ലാത്തവനെ അല്ലാഹ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. പൊക്കോടാ. നോമ്പ് പിടിക്കാത്തവനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഓടിക്കോടാ. സക്കാത്ത് കൊടുക്കാത്തവനെ നീ ഇഷ്ടം പോലെ തിന്ന് കയറ്റിക്കോടാ, ഒരു കുഴപ്പമില്ല. ഹജ്ജിന് പോകാത്തവൻ നീ പോണ്ടടാ. ഇതൊക്കെ അള്ളാന്റെ തീരുമാനം. തന്നോളടാ, ഞാൻ അവിടെ വാ. പക്ഷേ ഒരൊറ്റ തെറ്റ്, ആ തെറ്റ് ഭൂമിയിൽ വെച്ച് അനുഭവിച്ച് ചീട്ട് വാങ്ങാതെ പോകൂല. അത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. കൂട്ടുകാരോട് കൂടി കെട്ടിയ പെണ്ണിന്റെ വാക്ക് കേട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, കെട്ടിയ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് പലരും പറയാറുണ്ടല്ലോ, കെട്ടിയ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് ഉമ്മയെ തല്ലുന്ന നാണം കെട്ട ഭർത്താക്കന്മാർ. ഇന്നലെ കണ്ടവന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അതുവരെയും ലാളിച്ച് പരിലാളിച്ച് വളർത്തിയ വാപ്പയെ തള്ളി പറയുന്നവൻ, കണ്ണി കണ്ടവന്റെ കൈ പിടിച്ചു പോകാൻ വേണ്ടിയിട്ട് വാപ്പയെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കിട്ട് നാണം കെടുത്തുന്ന നാണം കെട്ട മുസ്ലിം പെണ്ണ്. അനുഭവിക്കാതെ നീ പോകൂല. കോടതി കയ്യെത്തിയ വാപ്പയുടെ മക്കളുണ്ടല്ലോ ഈ ഭൂമി ലോകത്ത്, എണ്ണി എണ്ണി കണക്ക് പറയാതെ
അള്ളാഹു ഒരുത്തികളെയും ഇവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഇതെന്റെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ഇന്നേ വരെ കളവ് പറയാത്ത ആ ചെഞ്ചുണ്ടുകളിൽ നിന്ന് അസത്യത്തിന്റെ ലാഞ്ചന തമാശയ്ക്ക് പോലും കടന്നു വീണിട്ടില്ലാത്ത ആമിനയുടെ പൊന്നുമോ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കണ്ണി കണ്ടവന്റെ കൈ പിടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുള്ള കോളേജ് ക്യാമ്പസുകളിലെ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എണ്ണിക്കണക്ക് പറയേണ്ടി വരും. താൽക്കാലിക സുഖത്തിനു വേണ്ടിയിട്ട് നീ നിന്റെ വാപ്പയെയും ഉമ്മയെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കി കഴിഞ്ഞാൽ, നിന്റെ വാപ്പയെ ഉമ്മയെയും കോടതി കയറ്റിയാൽ, നാണം കെടുത്തിയാൽ, എണ്ണി 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 കണക്ക് പറയേണ്ടി വരും. വാപ്പ നിശ്ചയിക്കുന്നതെന്താ, ഉമ്മ നിശ്ചയിക്കുന്നതെന്താ, അതിനപ്പുറത്ത് എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് ജന്മം നൽകിയ, എനിക്ക് ജീവൻ നൽകിയ, എനിക്ക് വേണ്ടിയിട്ട് സർവ്വതും ഒഴിവാക്കിയ, എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എന്റെ വാപ്പ എന്റെ ഉമ്മ പറയുന്നതിനപ്പുറത്ത് എനിക്ക് ഒരു ലോകവും വേണ്ട. ആ ഒരു ഉറച്ച തീരുമാനമെടുത്താൽ വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, പൊന്നുമോനെ നീ എങ്ങും പരാജയപ്പെടൂല. വലം യകുൻ ജബ്ബാറൻ അസിയ, ഒരു കുഴിയിൽ നീ ചെന്ന് വീഴൂല. മറിച്ചായാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര ചെയ്താലും ഉമ്മയോടുള്ള ആ ഒരു ഇത് മാറൂല. ഓ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗത്തിന്റെ വാതിൽ ഉമ്മയാണ്, ഉമ്മയാണ് സ്വർഗത്തിന്റെ വാതില്. ഇല്ലേ, ഒരു മുസ്ലിം നേരം വെളുക്കുമ്പോ അള്ളാഹു സ്വർഗത്തിന്റെ വാതില് തുറന്നിടാൻ ശ്രമിക്കും. ഉമ്മക്ക് ഗുണം ചെയ്താൽ, വാപ്പയ്ക്ക് ഗുണം ചെയ്താൽ, ആ സെക്കൻഡിൽ സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്ന്